ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ചെറിയ മധുരമുള്ള റെസിപ്പിയാണ്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ പാൽ കൊഴുക്കട്ട. പാൽ കൊഴുക്കട്ട 2-3 രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. ഇത് വളരെ ഈസി ആയിട്ടുള്ള രീതിയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പശുവിൻ പാൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പാൽ കൊഴുക്കട്ട ചെയ്യുന്നത്. തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടും ചെയ്യാം, പശുവിൻ പാൽ ഉപയോഗിച്ചിട്ടും ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പാൽ കൊഴുക്കട്ട തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് അരിപ്പൊടി തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുള്ള തിളച്ച വെള്ളത്തിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്. പത്തിരിയുടെ ഇടിയപ്പത്തിൻ്റെയോ ഭാഗത്തിലുള്ള അരിപ്പൊടി ആയിരിക്കണം കേട്ടോ നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. പിന്നെ കാഷ്യൂനട്ടും റൈസിൻസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സോ ഡ്രൈ നട്ട്സോ ഏതാണെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം. പിന്നെ വേണ്ടത് നെയ്യാണ്. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയും കുറച്ച് പഞ്ചസാരയും ഏലക്കപ്പൊടിയും വേണം. അപ്പോൾ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് തേങ്ങാപ്പാൽ അല്ലെങ്കിൽ പശുവിൻ പാൽ. ഞാനിപ്പോൾ തേങ്ങാപ്പാൽ ചെയ്യുന്ന രീതി നേരത്തെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ പശുവിൻ പാലിലാണ് ചെയ്യുന്നത്. അപ്പോൾ പശുവിൻ പാൽ ആദ്യം തിളപ്പിച്ച് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക. 1/2 ടീസ്പൂൺ മതി. എന്താണെന്ന് വെച്ചാൽ ഈ ബോൾസിൻ്റെ ഇൻസൈഡിൽ മധുരം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം പഞ്ചസാര ചേർക്കുന്നത്. ഈ പഞ്ചസാര ചേർത്ത് ഇതൊന്നുകൂടെ ഒന്ന് കുഴയ്ക്കണം. നമ്മുടെ കൈ കൊണ്ട് കുഴയ്ക്കാൻ പാകത്തിലാവുമ്പോഴാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കുഴയ്ക്കേണ്ടത്. ആദ്യമേ പഞ്ചസാര ഞാൻ ചേർത്തിട്ടില്ല, ഒരു പിഞ്ച് ഉപ്പ് മാത്രം ചേർത്തിട്ടാണ് വെള്ളം തിളപ്പിച്ചത്. ഇനി നന്നായിട്ടൊന്ന് കുഴച്ച് ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുക. ഒരുപാട് ചെറിയ ബോൾസ് ആക്കണ്ട, തീരെ അങ്ങോട്ട് വലിയ ബോൾസ് ആക്കി എടുക്കണ്ട, ഒരു മീഡിയം വലിപ്പത്തിലുള്ള ബോൾസ് ആക്കി എടുക്കുക. നമുക്ക് പാൽ കൊഴുക്കട്ട എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, തീരെ ചെറിയ ബോൾസും അല്ല അധികം വലിയ ബോൾസും അല്ല. ഞാൻ നേരത്തെ പാൽ കൊഴുക്കട്ട ഉണ്ടാക്കിയത് നല്ല ചെറിയ ബോൾസ് ആയിട്ടാണ്. അതുപോലെയല്ല, നമ്മൾ കുറച്ച് വലിയ ബോൾസ് ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ബോൾസ് ആക്കി എടുക്കാം. ഞാനിവിടെ പാലൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് വേഗം തന്നെ ജോലികൾ തീരാനായിട്ട്. ഈ സമയത്ത് നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണം എന്നുള്ളതനുസരിച്ച് ശർക്കര എടുക്കാം. ഒരു 1/2 കപ്പ് ശർക്കര വരെ എടുക്കാം. 1/2 കപ്പ് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ, നമ്മൾ കുഴയ്ക്കുന്നതിന് മുന്നേ ഉള്ള പൊടിയുടെ അളവാണ് പറയുന്നത് 1/2 കപ്പ് എന്ന് പറയുന്നത്. പൊടി കുഴച്ച് കഴിയുമ്പോൾ പൊടിയുടെ അളവ് കൂടും കേട്ടോ, വെള്ളം ചെന്ന് കഴിയുമ്പോൾ. അപ്പോൾ 1/2 കപ്പ് പൊടിക്ക് 1/2 കപ്പ് ശർക്കര വരെ എടുക്കാം. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് ശർക്കര എടുത്താലും മതി. ഞാനിപ്പോൾ 1/2 കപ്പ് ശർക്കരയാണ് എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ പാൽ കൊഴുക്കട്ടയുടെ ബോൾസ് ഇതുപോലെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, ചെറിയ ബോൾസ്. ബാക്കി കുറച്ച് മാവ് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്, വളരെ ചെറിയ അളവിൽ എടുത്ത് വെച്ചിട്ടുള്ളൂ. ഇത് നമുക്ക് ഒരു മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, വെള്ളം ചേർത്തിട്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി എടുക്കാം. നമ്മളിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ആദ്യം നമ്മൾ ചേർക്കുന്നത് നെയ്യാണ്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ. നെയ്യ് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാഷ്നട്ട് ചേർക്കാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർക്കാം. ആൽമണ്ട്സോ കാഷ്നട്ട്സോ അതുപോലെ തന്നെ പിസ്തയോ ഏതാണെന്ന് വെച്ചാലും നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, നമ്മുടെ ഡേറ്റ്സൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. ടേസ്റ്റ് കൂട്ടാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് രണ്ടും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഡേറ്റ്സൊക്കെ ചേർക്കുകയാണെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുക. ഡേറ്റ്സ് നെയ്യിൽ വഴറ്റേണ്ട ആവശ്യമില്ല. കാഷ്നട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് റൈസിൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസിൻസും കാഷ്നട്ടും ചൂടായി വരുമ്പോൾ നമ്മളിത് നെയ്യിൽ നിന്ന് മാറ്റണം. നമുക്ക് ഈ നെയ്യ് ആവശ്യമുണ്ട്, നമ്മൾ ഇത്രയും നെയ്യ് തന്നെ ചേർക്കണം. പക്ഷേ ഈ നെയ്യിൽ ഇതൊന്ന് വറുത്തെടുക്കാൻ മാത്രമാണ് നമ്മൾ ഇത്രയും നെയ്യ് ചേർത്തിട്ടുള്ളതെന്ന് വിചാരിക്കേണ്ട. ബാക്കിയുള്ള കാര്യങ്ങൾക്കും കൂടി ഈ നെയ്യ് ആവശ്യമാണ്. നമ്മുടെ കൊഴുക്കട്ടയുടെ ബോൾസ് ഉരുട്ടിയപ്പോൾ ഒന്നും നെയ്യ് ചേർത്തിട്ടില്ല. ആ സമയത്ത് നിങ്ങൾ നെയ്യ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നെയ്യ് കുറച്ച് ചേർത്താൽ മതി. ഞാൻ ആ സമയത്ത് നെയ്യ് ചേർത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ നെയ്യ് കൂടുതൽ ചേർത്തിട്ടുള്ളത്. കൊഴുക്കട്ടയുടെ ബോൾസ് തമ്മിൽ ഒട്ടാതെ കുക്കാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് കൂടുതൽ ചേർക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ കാഷ്നട്ടും റൈസിൻസും നെയ്യിൽ നിന്ന് മാറ്റാണ്. ഇത് നമുക്കിനി ലാസ്റ്റ് മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ കൊഴുക്കട്ടയുടെ ബോൾസ് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് മാത്രം ഒന്ന് വഴറ്റിയെടുക്കുക, ഒരുപാട് വഴറ്റണ്ട. ലൈറ്റായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇത് കുക്കാവാൻ ആവശ്യമായ വെള്ളം ചേർക്കുക. നമ്മൾ വെള്ളം മാത്രമാണ് ചേർക്കുന്നത്, തേങ്ങാപ്പാൽ വേണ്ട, പശുവിൻ പാൽ വേണ്ട, ഒന്നും വേണ്ട. വെറുതെ വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു കപ്പ് വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. ഈ 1 കപ്പ് വെള്ളത്തിൽ കിടന്ന് നമ്മുടെ
ഈ ബോൾസ് ഒന്ന് കുക്കായി വരട്ടെ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. എന്താണെന്ന് വെച്ചാൽ വലിയ ബോൾസ് അല്ലല്ലോ, ചെറിയ ബോൾസ് അല്ലേ, വേഗം കുക്കായി കിട്ടും. ഇതിലേക്ക് നിങ്ങൾക്ക് ഇനി ഇപ്പോൾ പഞ്ചസാരയൊന്നും ചേർക്കണ്ട കേട്ടോ. ഈ ബോൾസ് ഒന്ന് കുക്കായി കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ളൂ. ഈ സമയത്ത് നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി. ഏലക്കയുടെ ഫ്ലേവർ നമ്മുടെ ഈ ബോൾസിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ് ഏലക്കപ്പൊടി ഇപ്പോഴേ തന്നെ ചേർക്കുന്നത്. വീണ്ടും നമുക്ക് ചേർക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇനി ബോൾസ് ഒന്ന് കുക്കായി വരട്ടെ. അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കൊഴുക്കട്ട കുക്ക് ചെയ്യാൻ വെച്ചിട്ടൊരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, കൊഴുക്കട്ടയൊക്കെ വലുതായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ഈ ഒരു വെള്ളം മുഴുവൻ വറ്റി പോകണ്ട. ഈ ഒരു സ്റ്റേജിൽ തന്നെ നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി, നമ്മുടെ മധുരത്തിനനുസരിച്ച് മാത്രം ചേർക്കാം. ശർക്കരപ്പാനി ചേർത്തിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഹൈ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ശർക്കരപ്പാനി നന്നായിട്ട് ഈ ബോൾസിലേക്ക് പിടിച്ചു വരണം. ശർക്കരപ്പാനി നന്നായിട്ട് പിടിച്ചു വരണം എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ശർക്കരപ്പാനി ചേർത്ത് പിടിച്ചു വരികയല്ല. ശർക്കരപ്പാനി ചേർത്തിട്ടുള്ള ചെറിയ അളവിൽ ചേർത്തിട്ടുള്ള ശർക്കരപ്പാനി നന്നായിട്ട് വറ്റി വരണം. ആ രീതിയിൽ നമ്മൾ ശർക്കരപ്പാനി ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് വറ്റിച്ചെടുക്കുക. നെയ്യൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കരിഞ്ഞൊന്നും പിടിക്കില്ല കേട്ടോ. നന്നായിട്ട് വറ്റി വരട്ടെ ഒന്ന്. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനിയിൽ കിടന്ന് ബോൾസൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുറച്ച് പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ കുഴച്ചത്, അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഈ പൊടി തന്നെ കലക്കി ചേർക്കുന്നത്. കോൺഫ്ലവർ ചേർത്താലും കുഴപ്പമില്ല, പൊടി തന്നെ കലക്കി ചേർക്കുമ്പോൾ കൂടുതൽ നന്നായിരിക്കും. ഇനി ആ പൊടി ഒന്ന് വേവാനുള്ള സമയം നമ്മൾ കൊടുക്കുക. ഒരു 2 മിനിറ്റ് പൊടി ഒന്ന് കുക്കായി വരട്ടെ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടി കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഏലക്കപ്പൊടി ചേർക്കുന്ന സ്റ്റേജുകൾ. 2 സ്റ്റേജായിട്ടാണ് നമ്മൾ ഏലക്കപ്പൊടി ചേർക്കുന്നത്. ഇനി പൊടിയൊന്ന് കുക്കായി വന്നിട്ട് വേണം നമുക്കിതിലേക്ക് പാല് ചേർക്കാൻ. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ചിലപ്പോൾ പിരിഞ്ഞു പോവാം. അതുകൊണ്ട് നമ്മൾ പശുവിൻ പാൽ ചേർക്കുക. പശുവിൻ പാൽ തിളപ്പിച്ചിട്ട് ചേർക്കാം കേട്ടോ. അപ്പോഴാണ് കൂടുതൽ നല്ലത്. ഇപ്പോൾ നമ്മുടെ ബോൾസ് നമ്മളൊന്ന് കട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇൻസൈഡിലൊക്കെ കറക്റ്റായിട്ട് മധുരമൊക്കെ പിടിച്ചിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം പാല് വേണം, നമ്മുടെ പാൽ കൊഴുക്കട്ട എത്രത്തോളം ലൂസായിട്ട് വേണം എന്നുള്ളതനുസരിച്ച് പാല് ചേർക്കുക. അതുകൊണ്ട് പാലിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല. ഒരു 1.5 കപ്പ് മുതൽ 2 കപ്പ് വരെ ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചേർക്കുന്നത് 1.5 കപ്പാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 1.5 കപ്പോ 2 കപ്പോ അതിൽ കൂടുതലോ വേണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ചേർക്കാം. കുറവ് മതി എന്നുണ്ടെങ്കിൽ കുറവ് ചേർക്കാം. കൊഴുക്കട്ട ഉടഞ്ഞു പോകാത്ത രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് ഇളക്കണ്ട, നമ്മുടെ പൊടി കരിഞ്ഞു പിടിക്കരുത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലും കൂടി ചേർക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു കൈ കൊണ്ട് പതുക്കെ ഇളക്കി കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇതൊരു 2 സെക്കൻഡ് കഴിയുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആവും കേട്ടോ. ഇളക്കി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യമേ ആ ഒരു ശർക്കര പാനിയൊക്കെ ഉള്ളതുകൊണ്ടാണ് അതിങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നത്. ഒരുപാട് സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിളപ്പിച്ച പാലാണ്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. തിളപ്പിച്ച പാലായതുകൊണ്ട് തന്നെ നമ്മൾ ഇനി അധികം തിളപ്പിക്കേണ്ട. നമുക്ക് കുറച്ചുകൂടി പാല് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. കുറച്ചുകൂടി പാല് വേണമെങ്കിൽ ചേർക്കാം. ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ഈ ഒരു തിക്നെസ് മതി, ഇത്രയും പാല് ചേർത്താൽ മതി. നമ്മൾ തണുപ്പിച്ചാണ് കഴിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി പാല് ചേർക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണുത്ത് വരുമ്പോൾ കുറച്ചുകൂടി തിക്കാവും. അതിനനുസരിച്ച് നമ്മൾ പാല് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ചൂടോടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു അളവിൽ പാല് ചേർത്താൽ മതി. പിന്നെ തിക്കായി പോയാലും നമ്മൾ കുറച്ച് പാല് ചേർത്ത് കൊടുത്താൽ മതി, അതിന് കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പാൽ കൊഴുക്കട്ട. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാമല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും വൈകിട്ട് സ്നാക്കായിട്ടും കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനും അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ പറ്റിയ റെസിപ്പിയാണ്. പശുവിൻ പാലാകുമ്പോൾ തേങ്ങാപ്പാലിൻ്റെ അത്രയും ബുദ്ധിമുട്ടില്ല, പിരിഞ്ഞു പോവുമോ എന്നുള്ള പേടി വേണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.